ആദ്യത്തെ എപ്പിസോഡിൽ ഒരുപാട് മത്സരാർത്ഥികൾ പ്രേക്ഷകരുടെ ശ്രദ്ധ നേടി. അക്കൂട്ടത്തിൽ ഒരാളാണ് അനഘ. ആർ ജെ അനഘ എങ്ങനെയാണ് റിയാസിന്റെ ടീമിലെത്തിയത്? റിയാസ് ചോദിച്ചു അഖിൽ മാരാറിന്റെ പൊളിറ്റിക്സ് ഇഷ്ടമല്ലാത്ത ആരാണുള്ളത് എന്ന്. അപ്പോൾ അനഘ കൈപൊക്കുന്നു. ഉടനെ തന്നെ റിയാസ് തന്റെ ടീമിലേക്ക് അനഘയെ ചേർക്കുകയാണ്. അതിനുശേഷം റിയാസിന്റെ ടീം അംഗങ്ങൾ എല്ലാവരും നിൽക്കുന്ന സമയത്ത് പരിചയപ്പെടുത്തേണ്ട ഒരു സമയം വന്നല്ലോ. ആ സമയത്ത് റിയാസ് ചോദിച്ചു അനഘയ്ക്ക് ഇഷ്ടമുള്ള ഒരു ബിഗ് ബോസ് മത്സരാർത്ഥി ആരാണ് എന്ന്. അപ്പോൾ ഉടനെ തന്നെ അനഘ പറഞ്ഞത് ബിഗ് ബോസിനകത്താണെങ്കിൽ അത് അഖിൽ മാരാറായിരുന്നു എന്നാണ് പറഞ്ഞത്. ഉടനെ തന്നെ പെട്ടെന്ന് റിയാസിന്റെ ഒരു സംശയം, അഖിൽ മാരാറിന്റെ പൊളിറ്റിക്സ് ഇഷ്ടമല്ലാത്ത ഒരാൾ വരാൻ പറഞ്ഞപ്പോഴാണ് അനഘ വന്നത്. പിന്നെ എങ്ങനെയാണ് ബിഗ് ബോസിനകത്ത് അഖിൽ മാരാറിനെ ഇഷ്ടപ്പെടുക എന്നതായി റിയാസിന്റെ ചോദ്യം. ആ സമയത്ത് അനഘ പറഞ്ഞത് അഖിൽ മാരാറിന്റെ പൊളിറ്റിക്സിനെയാണ് തനിക്ക് ഇഷ്ടമല്ലാത്തത്, മറിച്ച് ബിഗ് ബോസിനകത്ത് അഖിൽ മാരാറിനെ തനിക്ക് ഇഷ്ടമായിരുന്നു മത്സരാർത്ഥി എന്ന നിലയിൽ എന്നായിരുന്നു അനഘ പറഞ്ഞത്. അത് എന്തായാലും ഔചിത്യമുള്ള ഒരു മറുപടി തന്നെയായിരുന്നു. വളരെയധികം കൺവിൻസിംഗ് ആയിട്ട് തോന്നി, ജെന്യൂൻ ആയിട്ടും തോന്നി. പിന്നെ നമുക്ക് ഈ ഒരു പ്രകടനം വെച്ചിട്ട് ഒരു മനുഷ്യനെ ഒന്നും വിലയിരുത്താൻ പറ്റില്ല. പക്ഷേ ഇപ്പൊ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഗെയിം ചേഞ്ചർ ആയിട്ടുള്ള റിയാസിനെ ആയിരുന്നു ഇഷ്ടമെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അവർ സത്യസന്ധമായിട്ട് ഗെയിമർ എന്നുള്ള നിലയിൽ അഖിൽ മാരാറിനെ ആയിരുന്നു തനിക്കിഷ്ടം, എന്നാൽ പുറത്തുള്ള പുള്ളിയുടെ പൊളിറ്റിക്സിനോട് എനിക്ക് വലിയ താല്പര്യമില്ല എന്ന് തുറന്നു പറയുകയും ചെയ്തു. അതൊരു ധൈര്യം തന്നെയാണ്, പ്രത്യേകിച്ച് ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയിലേക്ക് വരുമ്പോൾ.